Welcome to online classroom. Okay, so today we are going to discuss a new topic which is Factories Act 1948. ഓക്കെ, എന്താണ് ഫാക്ടറീസ് ആക്ട് 1948 എന്ന് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്താണ് പൊതുവിൽ നിയമങ്ങൾ, എന്താണ് ലോസ്, എന്താണ് ആക്ട്സ് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് അവിടെ ഓരോ രാജ്യങ്ങളിലും അവരവരുടെ പൗരന്മാരെ അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പം ബൈക്ക് ഓടിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ഇടണം. അതൊരു നിയമമാണ് അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കൊറോണക്കായിട്ട് ഒരുപാട് ചട്ടങ്ങളും നിയമങ്ങളും വേറെ തന്നെ ഗവൺമെൻറ് അവരവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അതിലൊന്നാണ് മാസ്ക് നിർബന്ധമായും ധരിക്കണം, അല്ലെങ്കിൽ ഇത്ര പിഴ ഉണ്ടാവും. അതൊന്നും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ യാതൊരു പ്രസക്തി ഇല്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു നിയമമായി സാഹചര്യം കൊണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ ഫാക്ടറീസിലും ബിസിനസ്സിലും ഇൻഡസ്ട്രീസിലും ഒക്കെ ഉടലെടുത്തിട്ടുണ്ട്. കാലക്രമേണ അത് ഒരുപാട് മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഫാക്ടറീസ് ആക്ട് 1948 കാണാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് ഈ ഫാക്ടറീസ് ആക്ട് 1948 ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം വാട്ട് ആർ ഇറ്റ് സ്കോപ്പ്, എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ, എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ആപ്ലിക്കബിലിറ്റി. ഓക്കെ, so about the introduction, it was one of the major central act enacted in the parliament with regards to any industries and factories. അപ്പോൾ ഫാക്ടറി ഇൻഡസ്ട്രി എന്ന ഒരു സ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട നിയമമാണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഇറ്റ് ലേഡ് ഔട്ട് ദ പ്രിൻസിപ്പിൾസ് ഓർ കണ്ടീഷൻസ് റിഗാർഡിംഗ് ടു പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് ഹവേഴ്സ്, ഹോളിഡേയ്സ്, ഓവർ ടൈം, ആൻഡ് ഓൾസോ വിത്ത് സേഫ്റ്റി, ഹെൽത്ത്, വെൽഫെയർ, എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ, വിമൻ ആൻഡ് യങ് പേഴ്സൺസ്. ഇത്രയും കാര്യങ്ങളാണ് ബ്രീഫായിട്ട് പറഞ്ഞാൽ 1948 ഫാക്ടറീസ് ആക്ടിൽ ഉള്ളത്. ഓക്കെ, ഇനി ഫാക്ടറി ആക്ട് 1948 സംബന്ധിച്ച് അത് നിലവിൽ വന്നത് 1949 ഏപ്രിൽ 1 ഏപ്രിൽ 1 മുതലാണ് അത് നിലവിൽ വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രീഫ് ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഫാക്ടറീസ് ആക്ട് ഇതുപോലെ ആയിരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഫാക്ടറീസ് ആക്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1881 1881. ഓക്കെ, അതിൽ പ്രൊട്ടക്ഷൻ ടു എംപ്ലോയീസ് ഹു ആർ ചിൽഡ്രൻ, എസ്പെഷ്യലി ദ ചിൽഡ്രൻ. അപ്പം ചിൽഡ്രൻ ആയിട്ട്, അതായത് കുട്ടികളായിട്ടുള്ള ആളുകൾ, പ്രായപൂർത്തിയാവാത്ത ആളുകൾ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാഹചര്യത്തെ പറ്റിയാണ് ആ നിയമത്തിൽ കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീട് 1934 ഒരുപാട് റിവിഷൻസും റീഡ്രാഫ്റ്റിംഗും ഒക്കെ അതിൽ ഉണ്ടായി. അങ്ങനെ പല സാഹചര്യത്തിനനുസരിച്ചുള്ള വകഭേദങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മളിപ്പോൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന 1948 ഒരു അമെൻഡ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതിലാണ് സാധാരണ ചിൽഡ്രനിൽ നിന്നും സേഫ്റ്റി എന്നതിൽ നിന്നും അതിനുപരി എംപ്ലോയീസിൻ്റെ ഹെൽത്ത്, അവരുടെ വെൽഫെയർ, അതുപോലെ തന്നെ സ്ഥാപനത്തിലെ ക്ലെൻലിനെസ്, അതുപോലെ തന്നെ ഓവർ ടൈം പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഹസാർഡ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 1948 ആക്ടിലൂടെയാണ്. അതിനുശേഷമാണ് 1976 1987 ഈ രണ്ട് ഇയേഴ്സിലും കാര്യമായിട്ടുള്ള അമെൻമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഒരുപാട് ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് ട്രാജഡി സംഭവിച്ചതിന് ശേഷം ഗവൺമെൻറ്റിന് മനസ്സിലായി ഫാക്ടറീസ് ഇങ്ങനെ പോരാ, ഇതിലും അധികം ഒരുപാട് സുരക്ഷാ വലയങ്ങൾ ഫാക്ടറീസിനുള്ളിൽ തീർക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് നിയമങ്ങൾ ഇവിടുത്തെ ആളുകളുടെ ജീവനും അവരുടെ ആരോഗ്യവും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി. അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഗവൺമെൻറ് 1976 1987 കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ അടുത്തുകൂടി യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ടില്ല, ജൂണിലും അതുപോലെ തന്നെ മെയ്യിലുമായിട്ട് ആസാമിലും വൈസാഗിലും ഓരോ ഫാക്ടറികളിലും ഓരോ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ട് ലീക്കേജും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ഞാൻ ഓവറോൾ 1948 ഫാക്ടറീസ് ആക്ടിൻ്റെ ഒരു ഓവറോളുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെയുള്ള അപകടങ്ങളും അതുപോലെ തന്നെ ഫാക്ടറി എന്ന് പറയുമ്പം ഒരു ചില്ലറ കാര്യമല്ല, ആയിരക്കണക്കിന് ചിലപ്പോൾ 10,000 ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരു ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിലേ ഒരു ഫാക്ടറി നല്ല നിലക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിന് മുന്നേ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഒബ്ജക്റ്റ്, ഇങ്ങനൊരു നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒന്നാമത്തത് ടു റെഗുലേറ്റ് ദ വർക്കിംഗ് കണ്ടീഷൻസ്, സ്പെസിഫിക്കലി അബൌട്ട് വർക്കിംഗ് ഹവേഴ്സ്. അപ്പോൾ എത്ര നേരമാണ്, എത്ര മണിക്കൂറുകളാണ് ഒരു ദിവസം ഒരു വ്യക്തി വർക്ക് ചെയ്യേണ്ടത് ഒരു ഫാക്ടറിയിൽ, അത് ഒരു ചട്ടപ്പെടുത്തുക, അതിൽ കൃത്യമായ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. കാരണം നമുക്കറിയാം ഒരുപാട് ഫാക്ടറിയിൽ ഒരുപാട് തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അവരുടെ പരിധിയിലും അപ്പുറം എന്ത് ചെയ്യേണ്ടി വരിക, പണിയെടുക്കേണ്ടി വരിക, അങ്ങനെ അവർക്ക് മെന്റലി ആൻഡ് ബോഡിലി സ്ട്രെയിൻ ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ വലിയൊരു വിഷയമാണ്. രണ്ടാമത്തത് എന്താണ്, ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ഫാക്ടറീസ് അഗെയിൻസ്റ്റ് ഇൻഡസ്ട്രിയൽ ഹസാർഡ്. അതായത് ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളുമാണ്. ഇതിനാണ് ഇൻഡസ്ട്രിയൽ ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് ടു പ്രൊവൈഡ് ഹെൽത്തി ആൻഡ് സാനിറ്ററി കണ്ടീഷൻസ്, വളരെ ആരോഗ്യപരമായിട്ടുള്ള വളരെ വൃത്തിയുള്ള സാഹചര്യങ്ങൾ എംപ്ലോയ്മെന്റ് ഏരിയയിൽ, അതായത് അവർ വർക്ക് ചെയ്യുന്ന വർക്ക് ഏരിയയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നാലാമത്തതോ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്സ്, നേരത്തെ പറഞ്ഞതുപോലുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവാതെ സംരക്ഷിക്കുക എന്നുള്ളതും. ലാസ്റ്റായിട്ട് ടു പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദ വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ഫാക്ടറി, അതായത് അവരുടെ ആരോഗ്യവും അവരുടെ പൊതുവിലുള്ള ക്ഷേമവും അവർ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഫാക്ടറീസ് ആക്ടിൽ അഞ്ചാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സ്കോപ്പാണ്, അതായത് അതിൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ സാധ്യത ഈ നമ്മുടെ രാജ്യത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നതാണ് ദ ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ അടക്കമുള്ള ഇന്ത്യയിലുള്ള മൊത്തം സംസ്ഥാനങ്ങളിലും ഈ ആക്ട് ബാധകമാണ് എന്നുള്ളതാണ്. രണ്ടാമതോ ദിസ് ആക്ട് കണ്ടെയ്ൻസ് 120 സെക്ഷൻസ് ആൻഡ് 3 schedules. ഓക്കെ, മൂന്നാമത് എന്താണ് പറയുന്നത്, it applies to all factors including that controlled by the central government and state government. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഒന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ ഫാക്ടറികൾക്കും ഇത് ബാധകമാണ്. അൺലെസ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ്, അതായത് പ്രത്യേകമായിട്ട് ഇന്ന ഫാക്ടറിക്ക് ഇത് ബാധകമല്ല എന്ന് പറയാത്തോടത്തോളം കാലം എല്ലാ ഫാക്ടറികൾക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ്. ഇനി 1948 ഈ ഫാക്ടറീസ് ആക്ട് പ്രകാരം ഏതൊക്കെയാണ് ഫാക്ടറീസ്, കാരണം ഫാക്ടറീസ് ആണല്ലോ ഇത് ബാധകമാവുക. അപ്പോൾ എന്താണ് ഒരു ഫാക്ടറി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രിസിറ്റി പവർ യൂസ് ചെയ്യാത്ത ഒരു ഫാക്ടറി ആണെങ്കിൽ 10 അതിലധികമോ ആളുകൾ ഒരു മാനുഫാക്ചറിങ് നടന്ന ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ 12 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമോ ചുരുങ്ങിയത് 10 ആളുകളെങ്കിലും ഒരു ഫാക്ടറിയിൽ ഉണ്ടാവുകയും അവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫാക്ടറി എന്ന് ഈ നിയമപരിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫാക്ടറി എന്ന് വിളിക്കും. ഓക്കെ, ഇനി അതല്ല ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാത്തൊരു സ്ഥാപനമാണെങ്കിലോ 20 അല്ലെങ്കിൽ അതിൽ അധികമോ ആളുകൾ ഈ പറഞ്ഞ മാനുഫാക്ചറിങ് നടന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും 12 മാസങ്ങളിൽ ഒരു ദിവസത്തിലെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഈ പരിധിയിൽ ഫാക്ടറി എന്ന് വിളിക്കുന്നതാണ്. പിന്നെ ഈ ഫാക്ടറീസ് ആക്ട് 1948 ബെനിഫിഷ്യറി ആർക്കാണ് ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ വർക്കേഴ്സിനാണ്. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്, അതിൻ്റെയും ഒരു ഡെഫിനിഷൻ ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഫാക്ടറിയിൽ ഈ നേരത്തെ പറയുന്ന ഫാക്ടറി എന്ന് പറയുന്ന ആ ഡെഫിനിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഈ നിയമത്തിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ആപ്ലിക്കബിലിറ്റി എന്നുള്ളതാണ്, ആപ്ലിക്കബിലിറ്റീസ് ഓഫ് ഫാക്ടറീസ് ആക്ട് 1948. അതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഇതൊരു വിപുലമായ ഒരു ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എന്താണ് ഒരു ഫാക്ടറി അല്ലേ? ഫാക്ടറീസ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടു ഡിഫൈൻ വാട്ട് ഈസ് എ ഫാക്ടറി. എന്താണ് ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതെന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2M, ഫാക്ടറി മീൻസ് എനി പ്രിമൈസസ് ഇൻക്ലൂഡിംഗ് ദ പ്രിസിങ്സ് ദെയർ ഓഫ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം. ഓക്കെ, അപ്പോൾ എനി പ്രിമൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനി ഓപ്പൺ ലാൻഡ് ഓർ ബിൽഡിംഗ് ഇൻ എ ലാൻഡ്, അതായത് എന്തെങ്കിലും ഒരു തുറസായ ഒരു സ്ഥലം, പക്ഷേ എന്താ പറയുന്നത്, ഇൻക്ലൂഡിംഗ് ദ പ്രിസിങ്സ്, അതായത് അതിനൊരു രേഖ ഉണ്ടായിരിക്കണം. അതായത് കൃത്യമായിട്ട് ഒരു രേഖയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തുറസായ സ്ഥലം അല്ലെങ്കിൽ അതിലുള്ള ഒരു ബിൽഡിംഗ്, ഇതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ഈ ആക്ടിൻ്റെ പരിമിതിയിൽ നമ്മൾ ഫാക്ടറി എന്ന് ഇതിനെ വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ മറ്റൊരു രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 or more persons are employed in the premise using power or 20 or more without the use of power. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ 10 അതിലധികമോ ആളുകൾ ഉണ്ടാവുകയും ഇല്ലാത്ത പക്ഷം 20 അല്ലെങ്കിൽ അതിലധികമോ ആളുകൾ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫാക്ടറി എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ ഫാക്ടറിൻ്റെ ഡെഫിനേഷൻ. ഇതിൽ വരുന്ന ഈ ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി പ്രത്യേകമായിട്ട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഫാക്ടറി ഡെഫിനിഷനിൽ. പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അൺലെസ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞു അല്ലേ, പ്രത്യേകമായിട്ട് അതിനെ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയതാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഒഴിവാക്കിയത്? ഒന്ന്, എ മൈൻ സബ്ജക്ട് ടു ദ ഓപ്പറേഷൻ ഓഫ് ദ മൈൻസ് ആക്ട് 1952. ഒന്ന് ഒരു മൈനാണ്. മൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഖനി. ഓക്കെ, ഒരു ഖനിയായിട്ടുള്ള ഒരു ഏരിയ, അങ്ങനത്തെ ഒരു ഏരിയനെ സ്പെസിഫിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, എ മൊബൈൽ യൂണിറ്റ് ബിലോങ്സ് ടു ദ ആം ഫോഴ്സ് യൂണിറ്റ്. നമ്മുടെ ആം ഫോഴ്സ് യൂണിയൻ്റെ അവരുടെ ഒരു മൊബൈൽ യൂണിറ്റിനെ എന്താക്കി പരിഗണിക്കില്ല, ഒരു കാരണവശാലും ഫാക്ടറി ആയിട്ട് പരിഗണിക്കില്ല. പിന്നെ ഒരു റെയിൽവേ റണ്ണിങ് ഷെഡ്, നമ്മൾ കാണാറുണ്ട് റെയിൽവേൻ്റെ ഷെഡൊക്കെ, അതൊക്കെ ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതേപോലെ തന്നെ ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഓർ എനി ഈറ്റിംഗ് പ്ലേസ്, ഇതിനെ ഒന്നും എന്ത് ചെയ്യില്ല, ഫാക്ടറി ആയിട്ട് കാണില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഡെഫിനിഷൻസിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അത് നിയമത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ വേർഡും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഡെഫിനിഷനും നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് എൻ അഡൽട്ട്? അഡൽട്ട് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് കംപ്ലീറ്റഡ് ഹിസ് 18th year ഓഫ് ഏജ്. 18 വർഷം വയസ്സ് പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്കാണ് എന്ത് പറയുന്നത്? ഒരു അഡൽട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അഡോളസെന്റ് എന്ന് പറയുന്നത്? അഡോളസെന്റ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് കംപ്ലീറ്റഡ് ഹിസ് 15th year ഓഫ് ഏജ് ബട്ട് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 18th year ഓഫ് ഏജ്. അതായത് അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ 15 വർഷം വയസ്സ് പൂർത്തിയാകുകയും എന്നാൽ 18 വർഷം തികയാത്തതുമായ ആളുകളാണ് അഡോളസെന്റ് എന്ന് പറയുന്നത്. കാരണം 18 പൂർത്തിയായാൽ അത് അഡൽട്ടായി. ഓക്കെ, ഇനി മൂന്നാമത്തത് ചൈൽഡ്. ആരാണ് ഒരു ചൈൽഡ്? മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 15th year ഓഫ് ഏജ്. 15 വയസ്സ് പോലും പൂർത്തിയാക്കാത്ത ഒരാളെയാണ് ചൈൽഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഹു ഈസ് എ കോമ്പീറ്റന്റ് പേഴ്സൺ? ഇറ്റ് മീൻസ് എ പേഴ്സൺ ഓർ എ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് പേഴ്സൺ ആവാം ഇൻസ്റ്റിറ്റ്യൂഷനും ആവാം, റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബൈ ദ ചീഫ് ഇൻസ്പെക്ടർ ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിങ് ഔട്ട് ടെസ്റ്റ്, എക്സാമിനേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻസ് റിക്വയർഡ് ടു ബി ഡൺ ഇൻ ദ ഫാക്ടറി അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അതായത് അതൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു സ്ഥാപനവും ആവാം. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ആയിരിക്കണം ചീഫ് ഇൻസ്പെക്ടർ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്പെക്ഷൻസോ എക്സാമിനേഷനോ തുടങ്ങിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഫാക്ടറിയിൽ ചെന്ന് ചെയ്യേണ്ട ആളുകൾ, അവരെയാണ് എന്ത് പറയുന്നത്? ഇവിടെ കോമ്പീറ്റന്റ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് എ ഹസാർഡസ് പ്രോസസ്? ഇറ്റ് മീൻസ് എനി പ്രോസസ് or activity in relation to an industry specified to the first schedule where unless special care is taken, raw materials used therein or intermediate or finished products, byproducts, waste or effluent thereof. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കറക്റ്റ് വായിക്കുന്നത്. ഓക്കെ, ഇനി അതിന് രണ്ട് കാര്യങ്ങളായിട്ട് ഹസാർഡസ് പ്രോസസ്സിൽ വരുന്നത്. ഒന്നാമത് എന്താണ്? cause material improvement to the health of the person engaged in or connected with an activity. രണ്ടാമത്തത് റിസൾട്ട് ഇൻ പൊല്യൂഷൻ ഓർ ഓഫ് ജനറൽ എൻവയോൺമെൻറ്റ്. അതായത് ഫസ്റ്റ് സ്കെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുകിൽ റോ മെറ്റീരിയൽസ് ആയി ബന്ധപ്പെട്ടതോ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി ബന്ധപ്പെട്ടതോ, ബൈ പ്രോഡക്ട്സ് ആയി ബന്ധപ്പെട്ടതോ, അതുമെല്ലാം ഈ മാനുഫാക്ചറിങ് ആയിട്ട് റിലേറ്റഡ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വേസ്റ്റുകളോ, അങ്ങനെ എന്തുമാകാം. രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ. എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ്? ഒന്ന്, ഇറ്റ് കോസസ് മെറ്റീരിയൽ ഇംപ്രൂവ്മെൻറ്റ് ടു ദ ഹെൽത്ത് ഓഫ് ദ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റി. അതായത് ഈ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യപ്പെട്ട ആളുകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഹസാർഡസ് പ്രോസസ്സായിട്ട് കണക്കാക്കാം. രണ്ടാമത്, ഈ പറയുന്ന റോ മെറ്റീരിയലോ അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സോ ബൈ പ്രോഡക്ട്സോ ഇതിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പൊല്യൂഷനിലേക്ക് ഇത് നയിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് നമ്മൾ ഗണിക്കും? ഒരു ഹസാർഡസ് പ്രോസസ്സായിട്ട് നമ്മൾ ഗണിക്കും. ഇനി എന്താണ് യങ് പേഴ്സൺ? അടുത്ത ഡെഫിനിഷൻ, യങ് പേഴ്സൺ. യങ് പേഴ്സൺ മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ഐദർ എ ചൈൽഡ് ഓർ എൻ അഡോളസെന്റ്. അപ്പം നേരത്തെ പഠിച്ച അഡോളസെന്റും അല്ലെങ്കിൽ ചൈൽഡും അല്ലേ, ഇത് രണ്ടും നമ്മൾ ആരായിട്ട് ഗണിക്കും? യങ് പേഴ്സണിൽ ഗണിക്കും. ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകാത്ത എല്ലാവരും എന്തായിട്ട് ഗണിക്കും? യങ് പേഴ്സണായിട്ട് ഗണിക്കും എന്നുള്ളതാണ്. ലാസ്റ്റ് പിന്നെ അടുത്തൊരു ഡെഫിനേഷൻ എന്താ? ഡേ മീൻസ് എ പീരീഡ് ഓഫ് 24 hours ബിഗിനിങ് അറ്റ് മിഡ് നൈറ്റ്. അതായത് രാത്രി 12 മണിക്ക് ശേഷം തുടങ്ങുന്ന അടുത്ത 24 മണിക്കൂർ സമയത്തിനാണ് ഒരു ഡേ ആയി കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് വീക്ക്? ഇറ്റ് മീൻസ് എ പീരീഡ് ഓഫ് 7 days ബിഗിനിങ് അറ്റ് മിഡ് നൈറ്റ് ഓൺ സാറ്റർഡേ നൈറ്റ് ഓൺ സച്ച് അതർ
night as may be approved in writing for a particular area by the chief inspector. അതായത് ശനിയാഴ്ച രാത്രികളിൽ തുടങ്ങുന്ന, അതായത് ശനിയാഴ്ച രാത്രി 12 മണിക്ക് മിഡ് നൈറ്റിൽ തുടങ്ങുന്ന അടുത്ത 7 ദിവസം ആണ്, അതായത് വെള്ളിയാഴ്ച അടുത്ത ശനിയാഴ്ച 11:59 വരെ, ഒരു ശനിയാഴ്ച രാത്രി 12 മണിക്ക് തുടങ്ങി അടുത്ത ശനിയാഴ്ച 11:59 വരെയുള്ള ആ 7 ദിവസ സമയത്തിനാണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശനിയാഴ്ച രാത്രി തന്നെ ആണോ നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. ഓർ സച്ച് എനി അതർ നൈറ്റ് ആസ് അപ്രൂവ്ഡ് ബൈ ദ ചീഫ് ഇൻസ്പെക്ടർ. അതായത് ചീഫ് ഇൻസ്പെക്ടർ പറയണം, ഓക്കെ ഈ ഫാക്ടറിക്ക് ശനിയാഴ്ച രാത്രി തുടങ്ങേണ്ട, ഡേ എന്നുള്ളത് നമുക്ക് ഞായറാഴ്ച രാത്രി മുതൽ തുടങ്ങിയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെയാകാം. ഓക്കെ, ഇനി പവർ, എന്താണ് പവർ എന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് ഇലക്ട്രിക്കൽ എനർജി ഓർ എനി അതർ ഫോം ഓഫ് എനർജി വിച്ച് ഇസ് മെക്കാനിക്കലി ട്രാൻസ്മിറ്റഡ് ആൻഡ് ഇസ് നോട്ട് ജനറേറ്റഡ് ബൈ ഹ്യൂമൻ ഓർ ആനിമൽ എനർജി. അതായത് മെക്കാനിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും എനർജിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രിക്കൽ എനർജിയോ ആണ് എന്ത് പവർ എന്ന് പറയുന്നത്. ഹ്യൂമൻ ആൻഡ് ആനിമൽ എനർജി ആവാൻ പാടില്ല എന്ന് മാത്രം. ഓക്കെ, ഇനി എന്താണ് പ്രൈം മൂവർ എന്നുള്ളത്? ഇറ്റ് മീൻസ് എനി എൻജിൻ, മോട്ടോർ ഓർ അതർ അപ്ലയൻസ് വിച്ച് ജനറേറ്റ്സ് ഓർ അതർവൈസ് പ്രൊവൈഡ്സ് പവർ. അതായത് ഏതെങ്കിലും ഒരു മോട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലയൻസോ എന്തെങ്കിലും എൻജിനോ, അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു മോട്ടറോ എൻജിനോ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി മൂവർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ? ട്രാൻസ്മിഷൻ മെഷീനറി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ മെഷീനറി മീൻസ് എനി ഷാഫ്റ്റ്, വീൽ ഡ്രം, pulley, system of pulleys, coupling, clutch, driving belt or any other appliance which is used in relation to the primary mover. അതായത് പ്രൈമറി മൂവർ എന്ന് പറയുന്ന നമ്മളുടെ ആ മെഷീനറി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ എഞ്ചിനോ അല്ലെങ്കിൽ മോട്ടോറോ എന്തെങ്കിലും ആയിട്ടുള്ള പ്രൈമറി മൂവർ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ ക്ലച്ചോ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റോ അല്ലെങ്കിൽ വീൽ ഡ്രമ്മോ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് പറയുക. അതായത് മെയിൻ പ്രൈമറി മൂവർ അല്ല, അതിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു ടൂൾ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയുക? ട്രാൻസ്മിഷൻ മെഷീനറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് മെഷീനറി? ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൈമറി മൂവേഴ്സ്, transmission machinery and all other appliances whereby power is generated, transformed, transmitted or applied. അതായത് മെഷീനറി എന്ന് പറഞ്ഞാൽ പ്രൈമറി മൂവർ ആവാം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മെഷീനറി ആവാം, അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മൂന്നാമത്തെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അപ്ലയൻസ്, ഒരു ഒബ്ജക്റ്റ്, ഒരു ടൂൾ ആവാം. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്? വേർ പവർ ഈസ് ജനറേറ്റഡ്, ഐദർ ജനറേറ്റഡ് ഓർ ട്രാൻസ്ഫോംഡ് ഓർ ട്രാൻസ്മിറ്റഡ്. ഓക്കെ, അതായത് പവർ അതിൽ കൂടെ എങ്ങനെയെങ്കിലും രീതിയിൽ പവർ അതിലൂടെ കടന്നു പോകണം, അങ്ങനത്തെ എന്തിനും നമ്മൾ എന്ത് വിളിക്കും? മെഷീനറി എന്ന് വിളിക്കും. ഓക്കെ, ഇനി എന്താണ് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ്? ഇറ്റ് മീൻസ് എനി പ്രോസസ് ഫോർ മേക്കിംഗ്, altering, repairing, ornamenting, finishing, packing, oiling, washing, cleaning, breaking up, demolishing or any other activities. Okay, treating or adapting any article or substance with a view to use its sale. ini adana second important part. with a view to use its sale, ട്രാൻസ്പോർട്ട്, ഡെലിവറി ഓർ ഡിസ്പോസൽ. അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധനം ഉണ്ടാക്കുകയാണ്, ആൾട്ടർ ചെയ്യാണ്, റിപ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ ഫർണിഷ് ചെയ്യാണ്, ഫിനിഷ് ചെയ്യാണ്, പാക്ക് ചെയ്യാണ്, പാക്കേജിങ് നടത്തുകയാണ്. എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ്? ഒന്നുകിൽ അതിൽ വിൽക്കുക, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, വേറെ എവിടെയെങ്കിലും പോയി ഡെലിവറി ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാം എന്ത് പറയും? എല്ലാത്തിനെയും നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയും. ഇനി അതല്ലെങ്കിലോ പമ്പിങ് ഓയിൽ, വാട്ടർ, സിവേജ് ഓർ എനി അതർ സബ്സ്റ്റൻസ്. ഇനി നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുന്നൊക്കെ കാണാറുണ്ടല്ലോ, വാട്ടർ പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിൽ പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ സീവേജ് വേസ്റ്റുകൾ പമ്പ് ചെയ്യുക. ഇതിനെ നമ്മൾ എന്ത് പറയും? മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, സീവേജ് എന്ന് പറയുമ്പം അത് ഏതെങ്കിലും വാട്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റിനാണ് അങ്ങനെ പറയാം. ഓക്കെ, ഇനി ജനറേറ്റിംഗ്, ട്രാൻസ്ഫോമിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് പവർ. എന്തെങ്കിലും തരത്തിൽ പവർ അഥവാ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുക, കൊണ്ടുവരിക, ഇതിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിസിറ്റി വരുന്നതിനൊക്കെ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയും. പിന്നെ കമ്പോസിങ്, ടൈപ്സ് ഓഫ് പ്രിന്റിംഗ് ബൈ ലെറ്റർ പ്രസ്, ലിത്തോഗ്രഫി, ഫോട്ടോഗ്രാഫി ഓർ അതർ സിമിലർ പ്രോസസ് ഓർ ബുക്ക് ബൈൻഡിങ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും പ്രിന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി, ബുക്കോ മറ്റു പേപ്പറുകളോ പ്രിന്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, ഈ ആക്ടിവിറ്റി എന്താണ്? മാനുഫാക്ചറിങ്ങിൽ വരുന്നതാണ്. പിന്നെ റീകൺസ്ട്രക്ടിങ്, റിപ്പയറിംഗ്, റീഫിറ്റിംഗ്, ഫിനിഷിംഗ് ഓർ ബ്രേക്കിംഗ് അപ്പ് ഷിപ്സ് ഓർ വെസൽസ്.
ഇത്തരം കാര്യങ്ങൾക്ക് റിപ്പയറിങ്, റീകൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻസ്, അതുപോലെ റീഫിറ്റിംഗ്, ഫിനിഷിംഗ്, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും? മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് പറയുന്നത് പ്രിസർവിങ് ഓർ സോർട്ടിങ് എനി ആർട്ടിക്കിൾ ഇൻ കോൾഡ് സ്റ്റോറേജ്. ഇനി ഈ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വസ്തുവിനെ എന്ത് ചെയ്യണം? ഒരു സ്റ്റോറേജിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനോ എന്ത് വിളിക്കും? മാനുഫാക്ചറിങ് പ്രോസസ്സായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത്. ഓക്കെ, ഇനി ഹൂ ഇസ് എ വർക്കർ? നമ്മൾ പറഞ്ഞു ഈ ഫാക്ടറീസ് ആക്ട് 1948 മൊത്തം കാര്യങ്ങളും ഒരു വർക്കർക്കുള്ള ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ അയാളുടെ സംരക്ഷണവും അയാളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മൊത്തം ഫാക്ടും നിലവിൽ വന്നിട്ടുള്ളത്. മൊത്തം ഫാക്ടറീസ് ആക്ടും നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു വർക്കറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. വർക്കർ മീൻസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ഡയറക്ട്ലി or through any agency including a contractor with or without the knowledge of the principal employer. അതായത് പ്രിൻസിപ്പൽ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിൻ്റെ യഥാർത്ഥത്തിലുള്ള ഓണർ അറിയുക പോലും ആവശ്യമില്ലാത്ത തരത്തിൽ, അറിഞ്ഞോ അറിയാതെയോ, നേരിട്ടോ അല്ലാതെയോ, ഒരു കോൺട്രാക്ടറിലൂടെയോ അല്ലാതെയോ ആയിട്ട് ഏതെങ്കിലും ഒരു വർക്കർ അവിടെ അയാളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും? ഒരു ഫാക്ടറി വർക്കർ എന്ന് വിളിക്കും. ഓക്കെ, അത് ഫാക്ടറിൻ്റെ പ്രിൻസിപ്പൽ എംപ്ലോയർ ആയിട്ടുള്ള മെയിൻ ആള് അറിയാനുള്ളൊരു നിർബന്ധമില്ല. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? വെദർ ഫോർ റെമ്യൂണറേഷൻ ഓർ നോട്ട്. In any manufacturing process or in cleaning any part of the machinery or premises used for a manufacturing process, in any other kind of work incidental to or connected with the manufacturing process or subject of manufacturing പ്രോസസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത് പറയുന്നത് റെമ്യൂണറേഷന് വേണ്ടിയിട്ടോ അല്ലാതെയോ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ പങ്കാളിയാവുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് വിളിക്കാവുന്നതാണ്? വർക്കർ എന്ന് വിളിക്കാവുന്നതാണ്. ലാസ്റ്റ് പറയുന്നത് എന്താണ്? വർക്കർ ഡസൻ ഇൻക്ലൂഡ് എനി മെമ്പർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഓഫ് ദ യൂണിയൻ. ഒരു യൂണിയൻ്റെ നമ്മുടെ ഏതെങ്കിലും ആംഡ് ഫോഴ്സസിലുള്ള ഒരാളെ ഒരിക്കലും നമ്മൾ എന്തായിട്ട് പരിഗണിക്കില്ല? വർക്കറായിട്ട് പരിഗണിക്കില്ല. ഓക്കെ, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്ലൂഷനാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ് ഹൂ ഈസ് എൻ ഓക്യുപ്പയർ ഓഫ് എ ഫാക്ടറി. ആരാണ് ഒരു ഓക്യുപ്പയർ എന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ ഫാക്ടറി. ഒരു ഫാക്ടറിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് കൺട്രോളറാണ് നമ്മൾ എന്ത് പറയുക? ഒരു ഓക്യുപ്പയർ എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ട് ഓക്യുപ്പയറിൻ്റെ ഡെഫിനേഷൻ നമുക്ക് കേസ് ബൈ കേസ് ആണ് പഠിക്കാനുള്ളത്. നമ്മളിവിടെ താഴെ കാണുന്നത് പോലെ തന്നെ എ ഫേം ഓർ അതർ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഫേമോ ഒരു അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു ഓക്യുപ്പയറിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്? എനി വൺ ഓഫ് ദ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് ഓർ മെമ്പേഴ്സ്. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറോ അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സിൽ ഒരാളെ നമുക്ക് എന്ത് വിളിക്കാവുന്നതാണ്? അല്ലെങ്കിൽ എല്ലാവരും തന്നെ എന്ത് വിളിക്കാവുന്ന? ഓക്യുപ്പയർ എന്ന് വിളിക്കാവുന്നതാണ്. ഇനി അതൊരു കമ്പനി ആണെങ്കിലോ, ഒരു കമ്പനിയുടെ കാര്യമാണെങ്കിലോ എനി വൺ ഓഫ് ദ ഡയറക്ടേഴ്സ്. ഏതെങ്കിലും ഡയറക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ഓക്യുപ്പയർ എന്ന് വിളിക്കുക. ഇനി അതല്ല ഫാക്ടറി ആണെങ്കിലോ വിച്ച് ഇസ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി ലോക്കൽ അതോറിറ്റി. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാക്ടറിയാണ് സെൻട്രലോ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് അവിടുത്തെ ഓക്യുപ്പയർ എന്ന് പറയുന്നത്? ദ പേഴ്സൺ ഓർ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ ഫാക്ടറി ബൈ ദ സെൻട്രൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി അതർ സച്ച് ലോക്കൽ ഗവൺമെൻറ്. അതായത് ആരുടെ കീഴിലാണോ ഫാക്ടറി, അയാൾ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയോ ആരെയാണോ ഈ ഫാക്ടറിയുടെ ഇൻചാർജായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അയാളെയാണ് ഓക്യുപ്പയർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്. ഇത്രയാണ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, ഇനി പവർ ടു ഡിക്ലെയർ ആസ് എ ഫാക്ടറി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്താണ്? പവർ ടു ഡിക്ലെയർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു ബി സെപ്പറേറ്റ് ഫാക്ടറീസ് ഓർ മോർ ഫാക്ടറീസ്, ടു ഓർ മോർ ഫാക്ടറീസ് ടു ബി എ സിംഗിൾ ഫാക്ടറി. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്താണ്? ഒന്നോ അതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടാകും. ഒരു വലിയ കമ്പനി ആയിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ ഫാക്ടറി തന്നെ വലിയ എന്താ പറയുക ഹെക്ടർ കണക്കിന് ലാൻഡ് പരന്നു കിടക്കുന്ന ഒരു ഫാക്ടറി ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചിട്ടുള്ള ഓരോ ഫാക്ടറീസിനും വേണമെങ്കിൽ വേറെ വേറെ ഫാക്ടറികളായിട്ട് തന്നെ പരിഗണിക്കാനുള്ള ഓപ്ഷൻ ഈ നിയമത്തിലുണ്ട്. അങ്ങനെ അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം. രണ്ടാമത് പറയുന്നത് എന്താണ്? ടു ഓർ മോർ ഫാക്ടറീസ് ക്യാൻ ബി എ സിംഗിൾ ഫാക്ടറി. ഇനി അതേപോലെ തന്നെ ഒരാളുടെ ഫാക്ടറി ചിലപ്പോൾ ഒന്ന് കുറച്ചിപ്പുറം വേറൊരു സ്ഥലത്ത് കുറച്ച് ദൂരപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കും മറ്റൊരു ഫാക്ടറി നിലനിൽക്കുന്നത്. പക്ഷേ എങ്കിലും അതെല്ലാം കൂടി ഒരൊറ്റ ഫാക്ടറി ആയിട്ടും കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയും ഈ നിയമം നൽകുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹൂ ക്യാൻ ഡു? ആർക്കാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്താൻ പറ്റുന്നത് ആർക്കാണെന്നുള്ളതാണ്. ഒന്ന് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്,
ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ഓൺ ഇറ്റ്സ് ഓൺ ചെയ്യാൻ പറ്റും അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തതോ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ എൻ ഓക്യുപ്പയർ ഡയറക്റ്റ് ബൈ എൻ ഓർഡർ ഇൻ റൈറ്റിംഗ്, അതായത് റൈറ്റിങ്ങിലൂടെ തന്നെ എഴുതി തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ഈ ഒരു പ്രത്യേക വിഷയത്തിൽ, എൻ്റെ ഇന്ന ഫാക്ടറികളെ ഒന്നായിട്ട് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെ ഡിഫറെൻറ്റ് ഫാക്ടറികളായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് ഗവൺമെൻറ്റിന് എഴുതി കൊടുക്കുമ്പോഴാണ് ഈ രണ്ട് ആളുകൾക്ക് മാത്രമാണ് ഇതിനുള്ള അവകാശമുള്ളത് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി. ഇനി എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ടിൽ, ഈ ഫാക്ടറീസ് ആക്ട് 1948 ഏതെങ്കിലും ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഫാക്ടറിയിൽ കുറച്ച് വർക്കേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ വേറൊരു ഫാക്ടറിനൊക്കെ കുറച്ച് വർക്കേഴ്സേ ഉള്ളൂ. അപ്പോൾ ഓരോ രണ്ട് ഫാക്ടറിനെ ഡിഫറെൻ്റ് ആയിട്ട് എടുത്താൽ, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, ഡിഫറെൻ്റ് ആയിട്ട് എടുത്താൽ ചിലപ്പം അവിടുത്തെ വർക്കേഴ്സിന് അത്ര തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കാതാവും. കാരണം ടോട്ടൽ വർക്കേഴ്സ് രണ്ട് ഫാക്ടറി ആയിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി, അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് കുറഞ്ഞെന്ന് വന്നേക്കും. അപ്പോൾ അത് കാരണം ആനുകൂല്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ആ രണ്ട് ഫാക്ടറിന് ചിലപ്പോൾ എന്താക്കാം, ഒന്നായി പരിഗണിക്കാം. അപ്പോൾ ടോട്ടൽ ഇവിടെ 10 അവിടെ 10 ആണെങ്കിൽ മൊത്തം 20 വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ 20 വർക്കേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും. ആ രീതിയിലുള്ള ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു കുറച്ച് മുന്നേ, ഹൂ ഈസ് എൻ ഓക്യുപ്പയർ, ആരാണ് ഒരു ഓക്യുപ്പയർ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ജനറൽ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓക്യുപ്പയർ, ഒരു ഓക്യുപ്പയറിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബേസിക്കലി ഒരു ഓക്യുപ്പയറിൻ്റെ ഡ്യൂട്ടി ഈസ് ടു എൻഷുർ സേഫ്റ്റി, ഹെൽത്തി ആൻഡ് വെൽഫെയർ ഓഫ് ഓൾ ദ എംപ്ലോയീസ്, ഓഫ് ഓൾ ദ വർക്കേഴ്സ് ഓഫ് ദ ഫാക്ടറി. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഓക്യുപ്പയറിൻ്റെ അയാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ബേസിക്കലി സേഫ്റ്റി മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് പറയുന്ന പോയിന്റ്സുകളിലൊക്കെ നമുക്ക് കാണാം, ഇതൊക്കെ പിന്നീട് വരുന്ന പോയിന്റ്സ് എല്ലാം സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, എന്താണ് പിന്നെ പറയുന്നത്, the provision and maintenance of the plant and system so as to ensure safety. അതായത് മൊത്തത്തിലുള്ള എന്താ പറയുക, പ്ലാന്റ് അഥവാ ഫാക്ടറിയുടെ മെയിൻ്റനൻസ് ഏത് രീതിയിലാക്കണം, എല്ലാം സേഫാണ് എന്നുള്ള നിലയിൽ ഉറപ്പുവരുത്തുന്ന നിലയിലായിരിക്കണം മൊത്തത്തിൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത്. അതുപോലെ ഇവിടെ ഈ ഫാക്ടറിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും ആ രീതിയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പിന്നെ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ഫാക്ടറി ആൻഡ് ദ യൂസിങ് ഓർ ഹാൻഡ്ലിംഗ് ഓർ സ്റ്റോറേജ് ഓർ ട്രാൻസ്പോർട്ടേഷൻ ഓർ എനിത്തിങ് ഓഫ് ദാറ്റ് കൈൻഡ് ഷുഡ് also be in a way as to ensure safety of the workers. അതായത് ഒരു ഫാക്ടറിയിലെ മെഷീൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അല്ലെങ്കിൽ അവർ മെഷീൻ യൂസ് ചെയ്യുന്നതിൻ്റെ, ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ രീതികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹീറ്റ് പ്രൊഡ്യൂസിങ് മെഷീൻ ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ ഗ്ലൗ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അത് ഉറപ്പുവരുത്തുക. ഇതും ആരുടെ ഡ്യൂട്ടിയാണ്, ഓക്യുപ്പയറിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ദ പ്രൊവിഷൻ ഓഫ് സച്ച് ഇൻഫർമേഷൻ ഓർ ഇൻസ്ട്രക്ഷൻ ഓർ എനി അതർ ട്രെയിനിങ്, സൂപ്പർവിഷൻ എക്സെട്ര that are necessary to again ensure safety and good health of the workers. അതായത് വർക്കേഴ്സിന് അവരുടെ വർക്ക് അപകടങ്ങളും ആക്സിഡൻറ്റുകളും അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ചെയ്യാനുള്ള തരത്തിലുള്ള ട്രെയിനിങ്ങും അതിനുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനറി ഉണ്ട്, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മെഷീനറിയാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ, അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് വെക്കണം അല്ലേ. കാരണം ഓരോ ദിവസവും ചില ഫാക്ടറീസിലൊന്നും എല്ലാ ദിവസവും ഒരേ എംപ്ലോയീസിന് ആയിക്കൊള്ളുന്നില്ല. ഓരോ ദിവസവും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വർക്കേഴ്സ് വരും. അപ്പോൾ അവരെല്ലാവരും കാണുന്ന രീതിയിൽ പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് വെക്കുക. അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ട് വേണം അത്തരത്തിലുള്ള മെഷീനറി യൂസ് ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിക്കാനൊക്കെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, മെയിൻ്റനൻസ് ഓഫ് സച്ച് മീൻസ് ഓഫ് ആക്സസ് ടു ഓർ ആൻഡ് എൻഗ്രസ് ഫ്രം such places as are safe without such risk. അപ്പോൾ എഗ്രസ് എന്താണ്, എഗ്രസ് ഫ്രം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഹോസ്പിറ്റലിലും അതുപോലെ ചില സ്ഥാപനങ്ങളിലൊക്കെ പോയി നമ്മൾ കാണാറുണ്ടല്ലോ, എമർജൻസി എക്സിറ്റ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, ഫയർ എക്സിറ്റ് എന്നൊക്കെ പോലെ. അതാണ് ഇവിടെ എഗ്രസ് ഫ്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, അങ്ങനെയുള്ളൊരു മാർഗം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഏരിയ, സേഫായിട്ടുള്ള ഒരു ഏരിയ, വർക്കേഴ്സിന് എന്തെങ്കിലും അപകടമോ മറ്റോ പറ്റിയാൽ സേഫായിട്ട് എത്തിച്ചേരാനുള്ള, കൂടിച്ചേരാനുള്ള ഒരു ഏരിയ, അതിനേക്കുള്ളൊരു പാസേജും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, ദ പ്രൊവിഷൻ, മെയിൻ്റനൻസ് ഓർ മോണിറ്ററിങ് ഓഫ് സച്ച് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇൻ ദ ഫാക്ടറി ഫോർ ദ വർക്കർ ദാറ്റ് ഈസ് സേഫ്. ഓക്കെ, ഇനി എന്താണ്, ജനറലി ജസ്റ്റ് എന്താ പറയുക, വർക്ക് മോണിറ്ററിങ് കൂടി നടക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ്. പക്ഷേ വർക്ക് പ്രോപ്പർലി മോണിറ്ററിങ് കൂടി ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി. പിന്നെ പറയുന്നത് എന്താണ്, എവറി ഓക്യുപ്പയർ
shall prepare and as often as may be appropriate revise the written statement with regards to implementing the safety policies. അതായത് ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ തരത്തിലുള്ള സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് ആണ് ഉള്ളത് അത് ഞാൻ പറഞ്ഞു നമുക്ക് നാളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ല ദൈനംദിനം അല്ലെങ്കിൽ ചില കാലക്രമേണ ചില റൂൾസ് മാറ്റേണ്ടി വരും സേഫ്റ്റിക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസ്ക് ധരിച്ചിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് പോലില്ലാത്ത കാര്യങ്ങളാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു നിർബന്ധിത നിയമമാണല്ലേ. അപ്പോൾ അത് പിന്നീട് അതുപോലെ തന്നെ ഒരു ഫാക്ടറിയിലും കാലക്രമേണ എന്തെങ്കിലും ചട്ടങ്ങൾ ഈ സേഫ്റ്റി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പുതിയ മെഷീനറി യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറി ആകുമ്പോൾ അത്ര തന്നെ ഡേഞ്ചറസ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ റൂൾസും റെസ്ട്രിക്ഷൻസ് കുറച്ചും കൂടി ഒന്ന് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള നിയമങ്ങൾ വെക്കേണ്ടി വരും, കുറച്ചും കൂടി എന്താ പറയുക സ്ട്രിക്റ്റ് റൂൾസ് വെക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇയാളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് അടുത്ത ടോപ്പിക്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻസ്പെക്ടേഴ്സ്. ഇനി നമുക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരാൾ കൂടി ഈ ഫാക്ടറിയിലുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കോമ്പീറ്റൻറ്റ് പേഴ്സൺസിൽ വരുന്ന ഒരാളാണ്. കാരണം കോമ്പീറ്റൻറ്റ് പേഴ്സൺ നമ്മൾ ഡെഫിനേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ, ഹു ക്യാൻ ഡു ഇൻസ്പെക്ഷൻ ഓർ എക്സാമിനേഷൻ. അപ്പോൾ അതിൽ വരുന്ന ആളാണ് ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻസ്പെക്ടേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഇൻസ്പെക്ടർ ക്യാൻ ഓൺലി ബി ഡൺ ബൈ എ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് ഓൾസോ ബൈ എ നോട്ടിഫിക്കേഷൻ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻസ്പെക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി രണ്ടാമത് പറയുന്നൊരു കാര്യം എന്താണ്? ദർ ആർ 6 types of inspectors. One is chief inspector, then additional chief inspectors, joint chief inspectors, deputy chief inspectors, inspectors and additional inspectors. ഇങ്ങനെ 6 വിഭാഗം ഇൻസ്പെക്ടേഴ്സിനെ നിയമിക്കാവുന്നതാണ് ഫാക്ടറികളിലായിട്ട്. ഓക്കെ. ഇനി എന്താണ് ഇവരുടെ ഒരു പവർ എന്നുള്ളത് പറയാണ്. എ ചീഫ് ഇൻസ്പെക്ടർ ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ചീഫ് ഇൻസ്പെക്ടർ ഇൻ അഡീഷൻ ടു ദ പവേഴ്സ് conferred on him may exercise the powers of an inspector throughout the state. അതായത് ചീഫ് ഇൻസ്പെക്ടറിന് അയാളുടെ പ്രത്യേക, കാരണം അയാൾ ചീഫാണ്, അപ്പോൾ ചീഫ് ഇൻസ്പെക്ടറിന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ള അയാളുടെ പവേഴ്സ് അതിലുപരി ഒരു സാധാ ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് ഏത് ഫാക്ടറിയിലും കയറി ചെല്ലാനും ഒരു ഫാക്ടറിയുടെ മേലുള്ള എല്ലാ അധികാരങ്ങളും ഒരു ചീഫ് ഇൻസ്പെക്ടറുണ്ട്. അതുകൂടാതെ ചീഫ് ഇൻസ്പെക്ടർ എന്ന സ്ഥാനത്തിലുള്ള പ്രത്യേക ചില അധികാരങ്ങളും അയാൾക്കുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അഡീഷണൽ ചീഫ് ഇൻസ്പെക്ടേഴ്സിനും ഉള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ അധികാര പരിധിക്ക് അനുസരിച്ചിട്ടുള്ള അധികാരങ്ങളുണ്ട്, പവേഴ്സ് ഉണ്ട്. അതുകൂടാതെ ചീഫ് ഇൻസ്പെക്ടർ എന്തൊക്കെ പ്രത്യേകമായിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഡർ അവർക്ക് കൊടുക്കുന്നു, ഈ പറയുന്ന ഡെപ്യൂട്ടി ചീഫിനും ജോയിന്റ് ചീഫ് ഇൻസ്പെക്ടറിനൊക്കെ കൊടുക്കുന്നു, ആ അധികാരവും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻസ്പെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ദേ കനോട്ട് ബി എനിവൺ ഹു ബിക്കംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫാക്ടറി ഓർ ഇറ്റ്സ് ബിസിനസ്. അതായത് ഫാക്ടറിയായിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്തെങ്കിലും ഒരു താല്പര്യം, സ്വകാര്യമായ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും എന്താക്കാൻ പാടില്ല, ഇൻസ്പെക്ടർ ആക്കാൻ പാടില്ല അല്ലേ. അത് നമുക്കറിയാം. കാരണം ഒരു ഫാക്ടറിയുടെ ഉള്ളിലുള്ള ഒരാളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കള്ളനെ താക്കോൽ ഏൽപ്പിക്കാന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും. കാരണം അയാൾക്ക് ഫാക്ടറിയിൽ സ്വകാര്യമായ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അയാളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻസ്പെക്ടറായിട്ട് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. പിന്നെന്താണ്, എവറി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ബിക്കംസ് എൻ ഇൻസ്പെക്ടർ. ഓരോ എന്താ പറയുക ഡിസ്ട്രിക്റ്റിലെ മജിസ്ട്രേറ്റുകളെ എന്താക്കി നിയമിക്കാവുന്നതാണ്, ഇൻസ്പെക്ടറായിട്ട് നിയമിക്കാവുന്നതാണ്. അയാൾക്ക് ആ ചാർജ് ഓട്ടോമാറ്റിക്കലി എടുക്കാവുന്നതാണ് ഓരോ മജിസ്ട്രേറ്റിനും. അതേപോലെ തന്നെ മജിസ്ട്രേറ്റ് അല്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അസിസ്റ്റന്റ് കളക്ടറോ അങ്ങനെ ഓരോ പബ്ലിക് ഓഫീസേഴ്സിനും വേണമെങ്കിൽ ഗവൺമെൻറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, അവരെ കൂടി ഇൻസ്പെക്ടറായിട്ട് നിയമിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട് ഈ നിയമത്തിൽ. ഓക്കെ. ഇനി അടുത്തത് പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടേഴ്സ്. എന്താണ് ഇൻസ്പെക്ടേഴ്സിൻ്റെ അധികാരങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ പവർ എന്നുള്ളതാണ്. ഓക്കെ. അക്കോർഡിംഗ് ടു സെക്ഷൻ 9 ഇൻസ്പെക്ടർ ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഫോളോയിങ് പവേഴ്സ്. ഈ പറയുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നതാണ് അവരുടെ പവേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഹി മേ എൻ്റർ എനി പ്രിമൈസ് ആൻഡ് ക്യാൻ ബി അക്കംപനീഡ് ബൈ എനി അസിസ്റ്റൻസ് ആസ് ഹി മേ ഫീൽ കോമ്പിറ്റൻറ്റ്. അപ്പം എത്രയും എന്താ പറയുക അസിസ്റ്റൻസിനെയും അയാൾക്ക് കൂടെ കൊണ്ടുപോവുകയും ചെയ്യാം. ഏത് ഫാക്ടറിയിൽ എപ്പം വേണമെങ്കിലും അയാൾക്ക് കടക്കാനുള്ള അധികാരവും ഏത് ഇൻസ്പെക്ടർക്കും ഉണ്ട്. ആ അസിസ്റ്റൻസ് ആരായിരിക്കണം, നേരത്തെ പറഞ്ഞ ഒരു കോമ്പീറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് എന്താണ്, മേക്ക് എക്സാമിനേഷൻ അല്ലേ, എന്തെങ്കിലും തരത്തിലുള്ള എക്സാമിനേഷനോ ഇൻസ്പെക്ഷൻസോ ആയിട്ട് നടത്താം. ഏതെങ്കിലും ഒരു ഫാക്ടറി സന്ദർശിച്ചത് ഈ മെഷീനിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഈ മെഷീൻ എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നിയമത്തിൻ്റെ വരുന്നതാണോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ ആൾക്ക് എപ്പം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കയറി ചെന്ന് പരിശോധിക്കാവുന്നതാണ്. മൂന്നാമത് പറയുന്നത്, ഇൻക്വയറി ഇൻ ടു ആൻ ആക്സിഡൻറ്റ്
ഓർ ഡേഞ്ചറസ് ഒക്കറൻസ്, എന്തെങ്കിലും ഒരു അപകടമോ ഒരു ആക്സിഡൻറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദുരന്തവും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാനും അതിലേക്ക് കടന്നു ചെല്ലാനും എക്സാമിനേഷൻ നടത്താനും ഒക്കെയുള്ള അധികാരം ഈ ഇൻസ്പെക്ടർക്ക് ഓട്ടോമാറ്റിക്കലി നിയമവശാൽ ഉണ്ട്. ഓക്കെ, നാലാമത് പറയുന്നതാണ് റിക്വയർ ദ പ്രൊഡക്ഷൻ ഓഫ് എനി പ്രിസ്ക്രൈബ്ഡ് രജിസ്റ്റർ ഓർ എനി അതർ ഡോക്യുമെൻറ്റ്. അതായത് ഒരു ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രജിസ്റ്ററോ, എംപ്ലോയി രജിസ്റ്ററോ അല്ലെങ്കിൽ മെഷീനറീസിൻ്റെയോ വർക്കിങ്ങിൻ്റെയോ എന്തെങ്കിലും ഒരു രജിസ്റ്ററോ മറ്റേതെങ്കിലും തരത്തിലൊരു ഫാക്ടറി ഡോക്യുമെൻ്റ് ഏത് സമയത്തും അത് പരിശോധിക്കാനും അത് വാങ്ങിച്ചെടുക്കാനുള്ള അധികാരം അയാൾക്കുണ്ട്. അതോടുകൂടിയാണ് അടുത്തത് പറയുന്നത് ടു സീസ് ഓർ ടേക്ക് കോപ്പീസ് ഓഫ് രജിസ്റ്റർ ഓർ എനി സച്ച് ഡോക്യുമെൻറ്റ്. ആ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി എടുത്തിട്ട് തിരിച്ച് ഓഫീസിലേക്ക് പോകാനും അത് അയാളുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഒറിജിനൽ പോലും സീസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ള പവർ പോലും ആർക്കുണ്ട്? ഒരു ഇൻസ്പെക്ടർക്ക് ഉണ്ടെന്നുള്ളതാണ്. പിന്നെന്താ പറയുന്നത് direct the occupier that any premise or any part shall be left undisturbed. ഇത് നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും കൊലപാതകമൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണാം ഡു നോട്ട് ക്രോസ് ദ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ ഇതൊക്കെ വെച്ചിട്ട് കാണാറുണ്ട് അല്ലേ. അതേപോലെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ഓക്യുപ്പയറിനോട് അയാൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ഓർഡർ കൊടുക്കാൻ പറ്റും, എന്ത് യു ഷുഡ് ലീവ് ദിസ് പ്ലേസ് അൺഡിസ്റ്റർബ്ഡ്, അല്ലെങ്കിൽ യു ഷുഡ് ലീവ് ദിസ് ഒബ്ജക്റ്റ് അൺഡിസ്റ്റർബ്ഡ്. ഈ ഒരു കാര്യം എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ അതിന് ഇടയാക്കിയ മെഷീനാണ്, അതുകൊണ്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും പ്രവർത്തിക്കാനോ ഇതിനടുത്തേക്ക് ആരും വരാനോ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഏരിയ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, സീൽ ചെയ്ത് വെക്കാനുള്ള അധികാരവും ഇൻസ്പെക്ടർക്ക് ഉണ്ട്. പിന്നെ ടേക്ക് മെഷർമെൻറ്റ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്. നമ്മൾ കാണുന്നത് പോലെ മെഷർമെൻറ്റ്സ് എടുക്കാൻ, സ്ഥലത്തിൻ്റെ പരിധിയും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനും, അതുപോലെ ഫോട്ടോഗ്രാഫ്സ് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഫുട്ടേജസ് എല്ലാം എടുക്കാനുള്ള അധികാരവും ഇയാൾക്കുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് പറയുന്നത് എന്താണ്, ഇൻ എനി case of any article or substance found which may have to be believed that it may have caused the accident. അതായത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ള കാരണമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ഒരു ആർട്ടിക്കിളും ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇയാൾക്ക് സീസ് ചെയ്യാനും അതിനെ പരിശോധനയ്ക്ക് അയക്കാനും എല്ലാം ഉള്ള അധികാരവും ആർക്കുണ്ട്, ഒരു ഇൻസ്പെക്ടർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻസ്പെക്ടറിൻ്റെ പ്രധാന പവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടീസാണ്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എൻ ഇൻസ്പെക്ടർ? The inspectors are required to carry out the duties as laid down under section 9 B and C. Subsection B and C. അപ്പം സെക്ഷൻ 9 B ആൻഡ് സെക്ഷൻ 9 സബ്സെക്ഷൻ സിയിലാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടീസ് ലേ ഡൗൺ ചെയ്തിരിക്കുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അപ്പോൾ ആ ഡ്യൂട്ടീസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവർ ക്യാരി ഔട്ട് ചെയ്യണം. പിന്നെ അത് കൂടാതെ എന്താ ചെയ്യേണ്ടത്, ടു എൻഷുർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട്. സോ അപ്പം എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതെല്ലാം അവർ പാലിച്ചിട്ടുണ്ടെന്നുള്ളതും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് ടു ലോഞ്ച് പ്രോസിക്യൂഷൻ അഗെയിൻസ്റ്റ് ദ ഫാക്ടറി ഓണേഴ്സ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഓഫ് ചാപ്റ്റർ 10. അതായത് ചാപ്റ്റർ 10 പറയുന്ന, ഈ ആക്ടിൽ ചാപ്റ്റർ 10 പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം എന്തെങ്കിലും അതിനകത്ത് പറയുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് മൂലം, അതായത് എന്തെങ്കിലും നെഗ്ലിജൻസോ അല്ലെങ്കിൽ ഇഗ്നറൻസോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒക്കെ കാരണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻസ്പെക്ടറിന് ചെയ്യാൻ പറ്റുമെന്നല്ല, ആൾ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്, ഒരു ഫാക്ടറി ഓണർക്കെതിരെ വേണ്ടി വന്നാൽ കേസ് എടുക്കുക എന്നുള്ളതും ഇയാളുടെ ഒരു ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വിത്ത് റിഗാർഡ്സ് ടു ഇൻസ്പെക്ടർ. ഇനി അടുത്തത് സർജൻസ്. സെക്ഷൻ 10 മൊത്തം സർജൻസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സർട്ടിഫൈങ് സർജൻസ്, അതാണ് ഫസ്റ്റ് തിങ്. സോ അപ്പോയിൻമെൻറ്റ് ഓഫ് സർട്ടിഫൈങ് സർജൻസ്, ആർക്കൊക്കെയാണ് ഒരു സർജനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഒരു സർജനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഇനി ഹൂ ക്യാൻ ബി എ സർജൻ? എനി ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്താവാൻ പറ്റും, ഒരു സർജൻ ആവാൻ പറ്റും. ഓക്കെ, ഇന്നത് മാത്രമല്ല, ദ സർട്ടിഫൈങ് സർജൻസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ഫർദർ അപ്പോയിൻറ്റ് എനി മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആസ് സർജൻസ്. അതായത് ഓൾറെഡി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സർജൻ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടി വേറൊരു സർജനെ അയാളുടെ അടിയിലോ മറ്റോ ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ, വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നീഡ് ഉണ്ട് എന്ന് വന്നാൽ മാത്രം. ഓക്കെ, അങ്ങനെയുള്ള അധികാരം ഇയാൾക്കുണ്ട്. ആൻഡ് ദാറ്റ് ടു ഫോൾസ് എ പീരീഡ് ദാറ്റ് ഹി മേ സ്പെസിഫൈ. അയാൾ പറയുന്ന ഒരു പ്രത്യേക പീരീഡിലൊക്കെ മാത്രമായിട്ട് അങ്ങനെ നിയമിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് സർജൻസ്. ഇനി ഈ സർജൻ്റെ അപ്പോയിൻമെൻറ്റ് ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള, അത് നിയമസാധുത ഇല്ലാതാകാനുള്ള സാധ്യതകൾ എപ്പോഴാണ് എന്നുള്ളതാണ്. ഒന്ന്, ഈ താഴെ പറയുന്ന ആളുകളെ, ഈ താഴെ കാണുന്ന 3 ആളുകളെയും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ 3 പേരെയും ഒരു സർജനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ഉടനെ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ആരൊക്കെയാണ് ആളുകൾ? ഒന്ന്, ഈ വിൽ ബി ആൻ
ഇഫ് ഹി ഈസ് ആൻ ഒക്യുപ്പയർ ഓഫ് എ ഫാക്ടറി, അയാൾ ഓൾറെഡി ഒരു ഫാക്ടറിയുടെ ഒക്യുപ്പയറാണ്. ഒക്യുപ്പയർ നമ്മൾ നേരത്തെ പഠിച്ചു, ഫാക്ടറിയുടെ ഇൻചാർജ് അല്ലേ, അതിൻ്റെ അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് സർജൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റോങ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യണം, ഡിസ്ക്വാളിഫൈഡ് ആക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, ഇഫ് ഹി ഓർ ഷീ ബിക്കംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിസിനസ് ക്യാരിഡ്, അതായത് ആ ഫാക്ടറിയുടെ ബിസിനസ് എന്താണോ അതിൽ നേരിട്ടോ അല്ലാതെയോ ഒരു സ്വകാര്യമായൊരു താല്പര്യം സംരക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെയും എന്താക്കാൻ പാടില്ല, സർജനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇറ്റ് ഈസ് അപ്പ് ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ. മൂന്നാമത്, ഇഫ് ഹി ഓർ ഷീ ഈസ് അതർവൈസ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അപ്പം ചുരുക്കി പറഞ്ഞാൽ അയാളൊരു കമ്പനിയുടെ ഫാക്ടറിത്തെ ഒരു എംപ്ലോയി ആണ്, ഒരു വർക്കർ ആണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെയും എന്ത് ചെയ്യണം, ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് സർട്ടിഫൈങ് സർജൻസ്, ഈ സർജൻസിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത് എന്താണ്, എക്സാമിനേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് യങ് പേഴ്സൺ നമ്മൾ പഠിച്ചു, അഡൽട്ട് അല്ലാത്ത 18 വയസ്സ് പൂർത്തിയാകാത്ത ആളുകളാണ് നമ്മൾ യങ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വർക്കും കാര്യങ്ങളും എക്സാമിൻ ചെയ്യുകയും അവരെല്ലാം ഓക്കെ ആണെന്നുള്ളത്, ഹെൽത്ത് വൈസും മറ്റും എല്ലാം ഓക്കെ ആണെന്നുള്ളത് സർട്ടിഫൈ ചെയ്യുകയുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം എക്സാമിനേഷൻ ഓഫ് പേഴ്സൺസ് എൻഗേജ് ഇൻ ഫാക്ടറീസ് ഇൻ സച്ച് ഡേഞ്ചറസ് ഓക്യുപ്പേഷൻസ്, ഡേഞ്ചറസ് ആയിട്ട് ഗണിക്കപ്പെട്ടിട്ടുള്ള ഹസാർഡസ് പ്രോസസ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തരത്തിലുള്ള എന്തെങ്കിലും വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് വർക്കറിനെയും എക്സാമിൻ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു കടമ കൂടി ഈ സർട്ടിഫൈങ് സർജൻസിന് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അയാൾ അങ്ങനത്തെ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഫാക്ടറീസ് ആക്ട് പ്രകാരം അയാളുടെ ഈ സർജൻ്റെ ചുമതലയാണ്. ഇനി മൂന്നാമതോ, ഇയാൾക്ക് എന്ത് തരത്തിലുള്ള മെഡിക്കൽ സൂപ്പർവിഷനും ഇയാൾ നൽകേണ്ടതായിട്ട് വരും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ പറയുന്നത്, ബൈ ദ വെൻ ദ എനി ഇൽനെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും അസുഖങ്ങളോ ആർക്കെങ്കിലും ഉണ്ടായി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു മെഷീനറിയുടെ മുമ്പിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ഈ ഒരു അവസ്ഥ അതിനെ പരിശോധിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, ഈ ഈ സർജൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ 2, ബൈ റീസൺ ഓഫ് എനി ചേഞ്ച് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ഓർ എനി substances used therein there is a medical emergency or there is an illness, അതായത് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് പ്രോസസ്സ് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ഒരു ആർട്ടിക്കിളോ മാറ്റിയത് കൊണ്ടോ എന്ത് സംഭവിക്കുകയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഇൽനെസ്സോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരികമായ അസുഖമോ പ്രയാസമോ ആർക്കെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനും ഇയാളുടെ ഉത്തരവാദിത്തമാണ്, അതും അയാൾക്കും മെഡിക്കലായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, മൂന്നാമത് പറയുന്നത് എന്താണ്, യങ് പേഴ്സൺസ് ആർ അബൌട്ട് ടു ബി എംപ്ലോയിഡ് ഇൻ എനി വർക്ക് വിച്ച് ഈസ് ലൈക്ലി ടു കോസ് ഇഞ്ചുറി ഓർ എനി അതർ ഹെൽത്ത് പ്രോബ്ലംസ്. അതായത് യങ് പേഴ്സൺസ്, അതായത് അഡൾട്ട് അല്ലാത്ത 18 വയസ്സ് തികയാത്ത ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇഞ്ചുറിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു പ്രവർത്തനം ഏർപ്പെടാൻ സാധ്യതയുള്ള ഒരാൾ അല്ലെങ്കിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാൾ, അയാളെ ഫസ്റ്റ് മുതൽ എക്സാമിൻ ചെയ്യുക എന്നുള്ളതും ഇയാളുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു സർട്ടിഫൈങ് സർജൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനിയുള്ള അങ്ങോട്ട് ആക്ച്വലി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.